ഇന്ന് സൺഡേയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം നടത്തിയിരുന്നു. വാട്ടർ കളർ മത്സരമാണ്. 3 ടൈപ്പ് ചിത്രങ്ങൾ അവർക്ക് കൊടുത്തു. അപ്പോൾ അവരോട് അതിന് കളർ പെയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു, വാട്ടർ കളർ. അപ്പോൾ ഒരുപാട് കുട്ടികൾ, കുറച്ചധികം കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാവർക്കും 3 വിധത്തിലുള്ള ചിത്രങ്ങളാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അവർ വളരെ മനോഹരമായിട്ട് ആ ചിത്രം വരച്ച് പൂർത്തിയാക്കി. അപ്പോൾ അതിൽ ചില ചിത്രങ്ങളൊക്കെയാണിത്. തിരുക്കുടുംബത്തിൻ്റെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു ചിത്രമുണ്ട്, അതുപോലെ ഈശോയുടെ മുൾക്കിരീടം വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രമുണ്ട്. അങ്ങനെ 3 ടൈപ്പ് ചിത്രങ്ങളും 3 വിധത്തിൽ 3 കാറ്റഗറിയിലൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് കൊടുത്തു. അവരെല്ലാവരും വളരെ മനോഹരമായിട്ട് ആ ചിത്രം വരച്ചു എന്നല്ല, ചിത്രത്തിന് കളറിങ് കൊടുത്തു. വളരെ മനോഹരമായിട്ട് കുഞ്ഞുങ്ങൾ സമയമെടുത്ത്, ചില കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ഡ്രസ്സിന് എന്താണ് കൊടുക്കേണ്ടത്, മുഖത്തിന് ഏത് കളറാണ് കൊടുക്കേണ്ടതൊക്കെ ആലോചിച്ച് ചിന്തിച്ചൊക്കെയാണ് ഓരോ കുഞ്ഞുങ്ങൾ അത് ചെയ്തത്. അപ്പോൾ ഈ കുട്ടികളെല്ലാം പങ്കെടുക്കുമ്പോഴും ഒരു കുട്ടി അവന് ചെറുകഥ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അവന് വരയ്ക്കാനുള്ള അല്ലെങ്കിൽ കളർ കൊടുക്കാനുള്ള വശമില്ലാത്തത് കൊണ്ട് അത് ചെറുകഥ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു പേപ്പർ കൊടുത്തു അവന് അത് എഴുതാനായിട്ട്. അപ്പോൾ ആ ചെറുകഥയുടെ വിഷയം ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഈശോ എൻ്റെ കൂട്ടുകാരൻ എന്നുള്ള വിഷയം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഒരു പേജ് നിറച്ച് അവന് ആ കഥ എഴുതി, ചെറുകഥ എഴുതി. ഒരു പേജും മുഴുവനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കഥ വായിച്ചു. ആ കഥയിൽ ഇങ്ങനെ പറയുന്നത്, ഈശോയും അവനും കൂട്ടുകാരാണ്. അവർ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നു. അതിനൊരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരാൻ നേരത്തേക്ക് വഴിയിൽ വെച്ചൊരു പട്ടിയെ കണ്ടുമുട്ടി. ആ പട്ടിയെന്ന് പറയുന്നത് കാലൊടിഞ്ഞ ഒരു പട്ടിയാണ്, ഒരു കാലൊടിഞ്ഞിരിക്കുകയാണ്. അപ്പം ആ പട്ടിയെ ഇവർ ഒരു കാലിൽ കമ്പ് വെച്ച് കെട്ടിയിട്ട് ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈശോയാണ് ആ പട്ടിയെയും കൊണ്ട് പോയത്. വീട്ടിൽ ചെന്നപ്പോൾ ഈശോയെ അവിടെ ഈശോ അച്ഛൻ സമ്മതിച്ചില്ലെന്നാണ് അവൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോ ഈ പട്ടിയെയും കൊണ്ട്, ഈ നായ്ക്കുട്ടിയെയും കൊണ്ട് ഇവൻ്റെ അടുത്ത് വന്നു. ഇവനോട് പറഞ്ഞു, നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി ഇവനെ ഏൽപ്പിച്ചു. ഈ നായ്ക്കുട്ടിയെ ഇവനെ ഏൽപ്പിച്ചു. അങ്ങനെ അവനതിനെ വളർത്തുകയാണ്. അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ അടുത്ത വീട്ടിലേക്ക് ഈ നായ്ക്കുട്ടി പോയി. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇവൻ്റെ അമ്മ ഇവനെ ഉപദേശിച്ചു, ഈ നായ്ക്കുട്ടിയെ അവിടെ കെട്ടിയിടാൻ പറഞ്ഞു. അപ്പോൾ ഇവനത് അത്ര അനുസരിക്കാതെ ഇവന് ഈശോയോട് വന്ന് ചോദിച്ചു, എൻ്റെ അമ്മ പറയുകയാണ് ഈ നായ്ക്കുട്ടിയെ കെട്ടിയിടണമെന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, അതൊരു ജീവനാണ്. അങ്ങനെ ജീവനുള്ള ഒന്നിനെയും ഇങ്ങനെ കൂട്ടിൽ കെട്ടിയിടേണ്ടതല്ല, നമ്മളെപ്പോലെ ജീവിക്കേണ്ടതാണത്. അപ്പോൾ അതുകൊണ്ട് അതിനെ കൂട്ടി കെട്ടിയിട്ട് അതിൻ്റെ സ്വാതന്ത്ര്യം നശിപ്പിക്കരുത് എന്ന് ഈശോ പറയുന്നതായിട്ടാണ് അവൻ കഥ അവസാനിപ്പിക്കുന്നത്. എനിക്കതിൽ തോന്നിയത് ആ കുഞ്ഞിൻ്റെ സഹജീവികളോടുള്ള, അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളോടും മൃഗങ്ങളോടും പക്ഷികളോടൊക്കെയുള്ള അവൻ്റെ ആ സ്നേഹം, അതിനോട് പരിഗണന, അതൊക്കെയാണ് അതിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായത്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചെറുപ്പം മുതലേ ഇതുപോലുള്ള കാര്യങ്ങളെ താല്പര്യമൊക്കെ തോന്നുക, മറ്റ് ജീവികളെ പരിഗണിക്കണം, അവർക്ക് ചൂട് സമയത്ത് ഇച്ചിരി വെള്ളം കൊടുക്കണം, കിളികൾക്ക് വെള്ളം കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്യാനുള്ള താല്പര്യം കുഞ്ഞുങ്ങളിൽ വർദ്ധിക്കുന്നത് ഇത്തരം ചിന്തകൾ മനസ്സിലുള്ളപ്പോഴാണ്. അപ്പോൾ അതെനിക്ക് ഒരുപാട് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അത് ഒത്തിരി നല്ല ചിന്തകൾ എനിക്ക് സമ്മാനിക്കുകയുണ്ടായി. അതുപോലെ ഈ സൺഡേ അങ്ങനെ അത്തരം നല്ല ചിന്തകൾ സമ്മാനിച്ച ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇന്ന് ഒരുപാട് നല്ല ചിന്തകളും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായ ദിവസമായിരിക്കും. ഇനിയും അങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.